തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു സിനിമ. വളരെ ചെറിയ കാലം തൊട്ടേ സിനിമ എന്നുള്ളൊരു പാഷനോടുകൂടി നടക്കുന്നു. അതിനുശേഷം ക്യാമ്പസ് ഫിലിംസ് ചെയ്യുന്നു, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു, ഡോക്യുമെൻ്ററീസ് ചെയ്യുന്നു. അതിനുശേഷം കഴിഞ്ഞ ഷോർട്ട് ഫിലിം ഒരു 10-30ഓളം ഫെസ്റ്റിവലിന് പോകുന്നു. മിഫിലൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് 2 വർഷത്തിലൊരിക്കൽ സെൻട്രൽ ഗവൺമെൻറ് സംഘടിപ്പിക്കപ്പെടുന്ന ഒരു ഫെസ്റ്റിവൽ, ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ കോമ്പറ്റീഷനിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു താല്പര്യത്തിലാണ്, അതിൻ്റെയൊക്കെ ആ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആ സിനിമ എന്ന് പറയുന്നത് വളരെ പറഞ്ഞതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ ആയിരിക്കണം. ഇപ്പോൾ 100 കണക്കിന് സിനിമകൾ ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്, ലോകം മുഴുവൻ ഉണ്ടാകുന്നുണ്ട്. എല്ലാം നമ്മുടെ ഏകദേശം ഒരേ വിഷ്വൽ ലാംഗ്വേജാണ് സിനിമ. ഒരു മാസ്റ്റർ ഷോട്ട് എടുക്കുന്നു, അതിനുശേഷം ഒരു ക്ലോസ് ഷോട്ട്, ഒരു സജഷൻ ഷോട്ട്, അല്ലെങ്കിൽ അത്തരം റിയാക്ഷൻസ് കട്ട് ചെയ്യുന്നു. കഥാപാത്രങ്ങൾ മാറുന്നു, ആൾക്കാർ മാറുന്നു, കഥ മാറുന്നു, ലൊക്കേഷൻസ് മാറുന്നു. ഇതിനപ്പുറം വേറൊന്നും ഞാൻ കുറ്റം പറയുന്നതല്ല. അതിലൊരു ക്രാഫ്റ്റ് വേണം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് നമ്മുടേതായിട്ടുള്ളൊരു വിഷ്വൽ ലാംഗ്വേജ്, അല്ലെങ്കിൽ ഇപ്പം മാറിയ ടെക്നോളജിയുടെ ഒരു മാറ്റമുണ്ട്. സെല്ലുലോയിഡിൽ നിന്ന് ഡിജിറ്റലായപ്പോൾ ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടൊരു സിനിമ. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ സ്വന്തം സിനിമ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു. അപ്പോൾ ഞാൻ ഒരു ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആരും വേണ്ടാന്ന് തീരുമാനിച്ചു. കാര്യം ഞാൻ 1-2 സിനിമകളിലൊക്കെ അസിസ്റ്റ് ചെയ്യാനും 1-2 എഡിറ്റിംഗ് അസിസ്റ്റൻ്റായിട്ടൊക്കെ കമേഴ്ഷ്യൽ സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി. പിന്നെ എൻ്റെ ചില വർക്കുകളിൽ അത്തരം ആൾക്കാർ, ഞാൻ കുറ്റം പറയുന്നതല്ല, അത് അവർ പഠിച്ചത് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ ഇതൊന്നും വേണ്ട, ആരും വേണ്ട, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രി സിനിമ ചെയ്യുന്ന ആരും വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ എല്ലാം പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഒരു ഫ്രഷായിട്ടൊരു ഒരു അപ്രോച്ച് ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തിയത്. അതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ സിനിമയിൽ കഥാപാത്രങ്ങളെല്ലാം എല്ലാവരെയും ഞാൻ കണ്ടെത്തിയതായിരുന്നു. മെയിൻ കഥാപാത്രത്തിൽ തന്നെ ഏകദേശം 84 പേര് ഓഡിഷൻ ചെയ്തിട്ടെടുത്തതാണ്. സനലമൻ എന്നാണ് അയാളുടെ പേര്. ഒരുപക്ഷെ ഈ 84 പേരിൽ അതിനു മുന്നേ ചിലപ്പോൾ നന്നായിട്ട് അഭിനയിക്കുന്നവരുണ്ടാവും, പക്ഷേ എനിക്ക് അയാളാണ് കുറച്ച് ഇതായിട്ട് തോന്നിയത്. അയാൾ NSD ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. പിന്നെ ഉള്ളത് എല്ലാ കഥാപാത്രങ്ങളും നാടകത്തിൽ നിന്നും ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളും ഇതുവരെ അഭിനയിച്ചിട്ടില്ലാത്തവരും ഒക്കെയാണ് അഭിനേതാക്കൾ. ടെക്നീഷ്യൻസ് എല്ലാം പുതിയ ആൾക്കാരായിരുന്നു. ഏകദേശം ക്യാമറാമാൻ തന്നെ ഞാൻ ഏകദേശം 22ഓളം പേരുമായിട്ട് സംസാരിച്ച് ആദ്യത്തെ ആൾക്കാരായിരിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കാർത്തിക് മുത്തുകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള അയാളുടെ ഫസ്റ്റ് ഫിലിമാണ്. അതിനുശേഷം എഡിറ്ററുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ എൻ്റെ ഒരു കോ റൈറ്ററുണ്ട് ജോസ് ജോൺ. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ സിനിമയാണ്. സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ട് പേരുണ്ടായിരുന്നു. അവരിതുവരെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പോലും ഷൂട്ട് കണ്ടിട്ടില്ലാത്ത 2 പേരാണ്. അപ്പം ഒരു പുതിയ ക്രൂ ആയിരുന്നു, പുതിയ ആൾക്കാരായിരുന്നു എല്ലാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ലൊക്കേഷൻസ്, ഈ സിനിമയുടെ ഒരു ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 120-ൽ കൂടുതൽ ലൊക്കേഷൻ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു സിനിമയിൽ. അത് വയനാട്, ഇടുക്കി, ആലപ്പി, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം. ഈ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ പോലും തിരുവനന്തപുരത്തിൻ്റെ പല പൊന്മുടി, ബോണക്കാട്, പേപ്പാറ, കല്ലറ, അങ്ങനെ പല സ്ഥലങ്ങൾ, ഭരതന്നൂർ, അങ്ങനെ തുടങ്ങി പല സ്ഥലങ്ങളിലായിരുന്നു. അപ്പം പിന്നെ കൂടുതലും സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാട്ടിനുള്ളിലാണ്. 5-6 മണിക്കൂർ നീണ്ട ട്രക്കിങ്ങിലൂടെയാണ് അവിടെ എത്തിപ്പെടുന്നത്. ഇപ്പം ഇവിടെ മമ്മൂട്ടി വെച്ചോ മോഹൻലാലിനെ വെച്ചോ അല്ലെങ്കിൽ ഇത്തരം താരങ്ങളെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു ട്രക്ക് ചെയ്യത്തില്ല. ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാനേ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കിംഗ് പ്രാക്ടീസാണ് ശരിക്കും ഞാൻ ഇതിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പം ഞാനില്ല ചില ലോകം മുഴുവൻ നടക്കുന്നുണ്ട്, പക്ഷേ കേരളത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു മാറ്റം വരാത്തത്. അപ്പോൾ അത് സാധ്യമായത് ഈ ടെക്നോളജിയുടെ മാറ്റമാണ്. സിനിമ മാറി. സിനിമ ഇപ്പം രാഷ്ട്രീയത്തിൽ ഭയങ്കര മാറ്റം വന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ മാറ്റം വരുന്നു. പക്ഷേ സിനിമയിലും മാറ്റം വന്നു. പക്ഷെ അത് ഉൾക്കൊള്ളാൻ എന്തോ ഒരു വൈമുഖ്യം, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. വരുന്ന 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ അടുത്ത 4 വർഷം കൊണ്ട് ഇത് മാറും. പുതിയ ആൾക്കാർ വരും, പുതിയ ചെറുപ്പക്കാർ വന്ന് നല്ല സിനിമകൾ ഉണ്ടാക്കും. ഈ ഇപ്പോഴത്തെ സീൻ മാറും എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു സത്യത്തിൽ. ഒരു നല്ല സിനിമ ഉണ്ടാക്കുക, ഇതാരെങ്കിലും പിക്ക് ചെയ്യും, ഇത് ഫെസ്റ്റിവൽസിൽ പോവും, അല്ലെങ്കിൽ എവിടെയൊക്കെ പോവും, ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യും എന്നൊക്കെയുള്ളൊരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് മാറി. സത്യത്തിൽ ഞാൻ ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയും ബുദ്ധിമുട്ടി 2.5 വർഷം അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നുമില്ല. അത്രയും ബുദ്ധിമുട്ടി, സൗണ്ടിന് വേണ്ടിയിട്ടും വിഷ്വൽസിന് വേണ്ടിയിട്ടും ഒക്കെ പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അറിയാമല്ലോ. ഒരു പുതിയ ആൾ സിനിമ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന 100 കണക്കിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് സിനിമ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റേറ്റ് അവാർഡിന് അയക്കുകയായിരുന്നു. സ്റ്റേറ്റ് അവാർഡിൽ എൻ്റെ സിനിമ ആ സമയത്ത് തന്നെ മീഡിയയിൽ വാർത്ത വന്നു, ചെയർമാൻ ഇല്ലാതെയാണ് കാണുന്നത്. അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ പിറ്റേ ദിവസം ഞാൻ LLB ഒക്കെ ചെറുതായിട്ട് അറിയാൻ പോയിട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഒരു ഇത് കൊടുത്തു അക്കാഡമിക്ക്. അപ്പോൾ അതിൻ്റെ മറുപടി 1 മാസം കഴിഞ്ഞപ്പോൾ തന്നപ്പോൾ എൻ്റെ സിനിമ ഉൾപ്പെടെ പല സിനിമയും അവർ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനാണ് ആദ്യമായിട്ട് ഈ ലോകായുക്തയിൽ കേസ് കൊടുത്തത്.
അപ്പോൾ 1-2 മീഡിയയിലൊക്കെ അത് വരികയും ചർച്ചയൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ 84 സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ചെയർമാൻ 6 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. 6 ദിവസം മുഴുവൻ സമയം കുത്തിയിരുന്ന് കണ്ടാലും പകുതി സിനിമ കൂടുതൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ധാരണ അതോടുകൂടി പോയി. അപ്പോൾ പിന്നെ എന്തായാലും ഓക്കെ അങ്ങനെ 2-3 മാസം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്ത് ചെയ്യണം 1-2 ഇപ്പോൾ കാൻ ഫെസ്റ്റിവലിൽ ഞാൻ അയച്ചു. കാൻ ഫെസ്റ്റിവലിൽ അയച്ചപ്പോൾ അതിൻ്റെ ഡെപ്യൂട്ടി ഡെലിഗേറ്റ് എനിക്കൊരു റിപ്ലൈ തന്നു. പുള്ളി പറഞ്ഞു ഞങ്ങൾ ഈ സിനിമ കണ്ടു, ഒരുപാട് ഡിസ്കസ് ചെയ്തു ഈ സിനിമ, എൻ്റെ ചില സജഷൻസും ഉണ്ട്. ക്രിസ്ത്യാൻ ജൂൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പറ്റുമെങ്കിൽ ആ സീനൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെയാണ്, ഞാൻ പുതിയ ആളാണ്, എനിക്ക് ഒരു അത്തരം ഇതൊന്നുമില്ല, എൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് ചെയ്തൊരു സിനിമയാണ്, എല്ലാം ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി ചില സജഷൻസ് വെച്ചു. പിന്നെ എനിക്കും തോന്നി ചിലതുകൂടെ ഒന്നുകൂടെ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ബോംബെ ഫെസ്റ്റിവലിന് അയച്ചു. ബോംബെ ഫെസ്റ്റിവലിന് അയച്ചപ്പോൾ വേൾഡ് പ്രീമിയർ മാമിയിലായിരുന്നു, ബോംബെ ഫെസ്റ്റിവലിലായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ അടുത്ത റിസൾട്ട് വന്നു. ഇവിടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ IFFK സിനിമ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ സെലക്ട് ചെയ്ത് 2 മലയാളം സിനിമകളിൽ ഒന്നാണിതെന്ന്. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ ഫെസ്റ്റിവലിൻ്റെ ഇത് വന്നു, അവിടെ ഇന്ത്യൻ സിനിമകളുടെ കോമ്പറ്റീഷനിൽ മത്സരിക്കുന്നു. അപ്പോൾ അവിടെ മത്സരിക്കുന്ന മലയാളത്തിൽ നിന്ന് വേറെ 3 പടങ്ങളോടെ ഉണ്ട്. ഒന്ന് മമ്മൂട്ടി അഭിനയിച്ച മുന്നറിയിപ്പ്, മമ്മൂട്ടിയുടെ മകൻ അഭിനയിച്ച ഞാൻ, രഞ്ജിത്ത്, പിന്നെ അലിഫ് എന്ന് പറയുന്ന സിനിമ. അപ്പം അങ്ങനെ പിന്നെ എൻ്റെ സിനിമ, ഇതെല്ലാം കൂടെ വെച്ച് 4 സിനിമ ഉൾപ്പെടെ മൊത്തം 11 സിനിമ ഉണ്ടായിരുന്നു. മറാഠി സിനിമ ഉണ്ടായിരുന്നു, ബംഗാളി സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം മത്സരിച്ചിട്ട് ഏറ്റവും മികച്ച ഇന്ത്യൻ സിനിമയ്ക്കുള്ള അവാർഡ് എനിക്ക് കിട്ടി. അതിനുശേഷമാണ് ഇവിടെ ഇപ്പം ഫെസ്റ്റിവൽ നടക്കുന്നു. ഇതിൻ്റെ എന്താണ് എന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ ഇപ്പം ചെന്നൈ ഫെസ്റ്റിവലുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു 3 വർഷത്തെ അധ്വാനത്തിൻ്റെ റിസൾട്ടാണ് എന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. അല്ലെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവും. ആരൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാലും അതിന് സിനിമയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയോ എന്താണെന്ന് പറയാൻ ഞാൻ ഇത് ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ടാണ് സത്യത്തിൽ. അതിപ്പോൾ ചെറിയൊരു സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ അവാർഡ് കിട്ടിയപ്പം തന്നെ നല്ലൊരു സന്തോഷമായി.